അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ജീവിക്കേണ്ട സഹോദരിമാരെ, ഇന്ന് ഈ അവിഹിത ബന്ധങ്ങൾക്കൊക്കെ പുതിയ പുതിയ പേരുകളാണ്. അവിഹിത ബന്ധങ്ങൾക്കൊക്കെ പുതിയ പുതിയ പേരുകൾ. ബെസ്റ്റി, സിറ്റുവേഷൻഷിപ്പ് ബന്ധം, ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് മാത്രം, അങ്ങനെ തുടങ്ങിയിട്ട് എത്ര പേരാ. ധാരാന്ന് വെച്ചാൽ ബെസ്റ്റിയാണ്, കസിനാണ്. ഹറാമായ ബന്ധങ്ങൾക്ക് പുതിയ ഓമന പേരിട്ട് വിളിക്കുന്ന കാലത്താണ് നമ്മളുള്ളത്. ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് എന്നതുകൊണ്ട് മതം പറഞ്ഞ നിയമത്തിന്റെ അതിർവരമ്പ് ലംഘിക്കാൻ പറ്റുമോ? കസിൻസ് ആണ് ഉസ്താദെ, ആയിക്കോട്ടെ. ഇസ്ലാമികമായ നിയമത്തിന് ചില ചിട്ടകളും മട്ടങ്ങളും ഒക്കെ ഉണ്ട്. അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ജീവിക്കേണ്ടവരാണ് നമ്മൾ. അപ്പോഴാണ് നമ്മൾ മുഅ്മിൻ എന്ന പേരിന് അർഹനാകുന്നത്. നിങ്ങൾ നോക്കൂ, കേരളത്തില് ഏത് ചാനൽ തുറന്നാലും ചർച്ച ഒരു യുവ നേതാവിനെ കുറിച്ചാണ്. ഒരു യുവ നേതാവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ. അതിന്റെ രാഷ്ട്രീയമൊന്നുമല്ല ഞാൻ പറയുന്നത്. അവിടെ ഒക്കെ നിങ്ങൾ നോക്കൂ, എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറയുന്നു അയാൾ ചെയ്തത് തെറ്റാണ്, അയാൾ ചെയ്തത് തെറ്റാണെന്നുള്ള കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. കാരണം ഒരു അന്യ പെണ്ണുമായി ഒരു മുറിയെടുത്ത് താമസിച്ച് മറ്റു കാര്യങ്ങളൊക്കെ അയാൾ ചെയ്ത പ്രവർത്തനം ശരിയല്ല എന്നാണ് ഒരുവിധപ്പെട്ട എല്ലാ ആളുകളും പറയുന്നത്. നിങ്ങൾ ഇപ്പുറത്ത് നോക്കൂ, പരിശുദ്ധമായ ദീൻ പറഞ്ഞ ചില നിയമങ്ങളില്ലേ? ഒരു പെണ്ണുമായി ബന്ധപ്പെട്ട് ഒരു പുരുഷൻ അവളോട് ചേരണമെങ്കിൽ അവൻ ഉണ്ടാകേണ്ട ചില ചിട്ടകളെ ഇസ്ലാം പറഞ്ഞിട്ടില്ലേ? മഹർ കൊടുത്ത് അവളുടെ വലിയിൽ നിന്ന് അവളെ സ്വീകരിച്ച് മാന്യമായി കൂട്ടിക്കൊണ്ടുപോയാൽ മാത്രമേ, അതായത് മാന്യമായി അവന്റെ ജീവിതത്തിലേക്ക് ചേർത്താൽ മാത്രമേ ആ പെണ്ണിന്റെ ദേഹത്ത് തൊടാൻ അവകാശമുള്ളൂ ഇസ്ലാമിൽ. ഇസ്ലാമിന്റെ നിയമങ്ങൾ അങ്ങനെയല്ലേ? അന്യ പെണ്ണും അന്യ ആണും തമ്മിൽ കണ്ടുമുട്ടുന്ന സ്ഥലങ്ങളിൽ മറകൾ ഉണ്ടാകണം. പരസ്പരം തമ്മിൽ കണ്ട് മറ്റൊരു അപകടത്തിലേക്ക് പോകാതിരിക്കാൻ അത് ആദ്യമേ തന്നെ മറയ്ക്കുകയാണ്. രണ്ടുപേരും ഒരു സ്ഥലത്ത് ഒറ്റപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. മതത്തിന്റെ നിയമങ്ങൾ പറയുമ്പോൾ പലരും പറയും ഇതൊക്കെ പഴഞ്ചനാണ്. ഈ പഴഞ്ചനാണ് എന്ന് പറയുന്ന ആളുകൾ തന്നെയാണ് മറുഭാഗത്ത് പറയുന്നത് അയാൾ ചെയ്ത പ്രവർത്തനം കണ്ടോ, അതങ്ങനെ ശരിയാകും. ഇതൊക്കെ തന്നെയല്ലേ ഇസ്ലാം പറയുന്നത്, വലാ തഖറബുസ് സിന, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുത്തു പോകരുതെന്ന് പരിശുദ്ധ ഖുർആൻ. അതിലേക്കുള്ള ഒരു വഴി പോലും അള്ളാഹുവിന്റെ പരിശുദ്ധമായ മതം അടച്ചു കളയുകയാണ്. അതിലേക്കുള്ള വഴി പോലും അടച്ചു കളഞ്ഞു. പിന്നെ അങ്ങനെ പ്രവേശിക്കാൻ പറ്റില്ല. ആ വഴിയിലേക്ക് പോലും, ആ വഴി അടച്ചു കളയുന്നതിനാണ് പലരും പരിഹസിച്ചത്. വഴി അടയ്ക്കാതിരുന്നാൽ ഇനിയും ഇവിടെ അതിജീവിതകൾ ഉണ്ടാകും. ആ വഴി അടയ്ക്കാതിരുന്നാൽ ഇവിടെ ഇനിയും എത്രയോ കുഞ്ഞുങ്ങൾ അബോർഷൻ ചെയ്യപ്പെട്ടതിന്റെ ചരിത്രവും ചിത്രവും പറയേണ്ടി വരും. പരസ്പരം ഒരു പെണ്ണും ആണും കണ്ടുമുട്ടുന്നതിന് നിയമങ്ങളുണ്ട്. അവളുടെ ശരീരത്തെ സ്പർശിക്കണമെങ്കിൽ മതിയായ മഹർ കൊടുക്കണം. അവളുടെ ഉത്തരവാദിത്തപ്പെട്ടയാൾ കൈപിടിച്ച് നിന്നെ ഏൽപ്പിക്കണം. അതല്ല, അത് അവളുടെ ദേഹത്ത് തൊടാൻ നിനക്ക് അർഹതയില്ല. പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമം അതാണ്. അത് ഏത് ബെസ്റ്റ്, ഏത് കസിൻ, ഏത് ബെസ്റ്റ് ഫ്രണ്ട്, അതൊന്നുമില്ല. ഇസ്ലാമിന്റെ നിയമം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങോട്ട് തന്നെയാണ് ലോകം പറഞ്ഞു കറങ്ങി തിരിഞ്ഞു വരുന്നതും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, മുസ്ലിമീങ്ങൾ, ചെറുപ്പക്കാരികളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ മതം മുറുകെ പിടിക്കുക. ഹലാലല്ലാത്ത ബന്ധങ്ങളിലൊന്നും ചെന്ന് ചാടാതിരിക്കുക. ഹറാമായ ബന്ധങ്ങൾ അധികരിക്കുന്ന കാലത്താണ് നമ്മളുള്ളത്. അള്ളാഹു ഹറാമുകളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഹറാമുകളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ട അസഹ്യമായ കാഴ്ചകളിലൊന്നാണത്. ദുർഗന്ധം വമിക്കുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ കണ്ട രാത്രിയാണ്. സ്വർഗം കണ്ടു, നരകം കണ്ടു, അള്ളാഹുവിന്റെ അതിർപ്പങ്ങളൊക്കെയും കണ്ടു. അവിടുന്ന് മടങ്ങുന്ന നേരത്ത് അള്ളാഹു നമുക്ക് നൽകിയ സമ്മാനമാണ്. അള്ളാഹു റബ്ബുൽ ആലമീനിന്റെ സവിധത്തിൽ നിന്ന് മടങ്ങുന്ന നേരത്ത് അള്ളാഹു നൽകിയ സമ്മാനമാണ് നിസ്കാരം. ആ നിസ്കാരം കൊണ്ടുവരുമ്പോ അവിടെ ആരാണ് സഹായിച്ചത്? സയ്യിദുനാ നബിയുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം. ഏത് മൂസയാ?